ഹലോ മക്കളെ, JEE മെയിൻ സെഷൻ 2 രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. ഓൾറെഡി സെഷൻ 1 രജിസ്റ്റർ ചെയ്ത കുട്ടികൾ സെയിം അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് തന്നെ ഫീസ് അടച്ചുകൊണ്ട് അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. എന്നാൽ ഇതുവരെ ഒന്നും ചെയ്യാത്ത ആളുകൾക്ക് മാത്രമാണ് പുതിയതായിട്ട് അക്കൗണ്ട് ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. എന്നാൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതല്ല. നിങ്ങൾക്കറിയാം, നമ്മൾ നേരത്തെ നമ്മുടെ ലൈവിലും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിൻ്റെ താഴെ കമൻസിലൊക്കെ ആയിട്ടൊക്കെ എല്ലാവരുടെയും പ്രശ്നം അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു ആശങ്ക എന്ന് പറയുന്നത് അടുത്തൊരു 3 മാസം എസ്പെഷ്യലി +2 പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ലാബ് എക്സാമിനേഷൻസ് വരുന്നുണ്ട്, പബ്ലിക്കിൻ്റെ മോഡൽ എക്സാം വരുന്നുണ്ട്, +2 പബ്ലിക് എക്സാമിനേഷൻസ് വരുന്നുണ്ട്, മേ ബി അതിൻ്റെ കൂടെ +1 ഇംപ്രൂവ്മെൻറ്റ് എഴുതുന്നവരുണ്ടാവാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ 1 by 1 ആയിട്ട് JEE മെയിനും കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസും അതുപോലെ മറ്റൊരുപാട് എക്സാമിനേഷൻസ് വരികയാണ്. ഇതെല്ലാം കൂടെ എന്താ നമ്മൾ ചെയ്യാന്നുള്ളതാണ് പല കുട്ടികളുടെയും ഡൗട്ട്. മേ ബി നീറ്റ് എഴുതുന്നവരുണ്ടാവാം, അതുപോലെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതുന്നവരുണ്ടാവാം. അപ്പോൾ എങ്ങനെ നമ്മൾ ഈ ഒരു സമയത്ത് ഇതെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യും? അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഫസ്റ്റ് നമ്മൾ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ മൈൻഡ് സെറ്റിനെയാണ്. നമ്മളിതെല്ലാം ഒരു ഭാരമാണ്, നമ്മളെ കൊണ്ട് കഴിയില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൽ മാത്രം ചിന്തിച്ചാൽ നമ്മളെ കൊണ്ട് ആക്ച്വലി എന്ത് ചെയ്യാൻ കഴിയില്ല, ആക്ച്വലി നല്ല രീതിയിലൊന്നും ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രശ്നങ്ങളൊക്കെ എല്ലാ വർഷവും എല്ലാ ബാച്ചിലെ കുട്ടികൾക്കൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ ഞാൻ പഠിച്ചിരുന്ന സമയത്തും +2 എക്സാമും അതുപോലെ ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം, കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം ഒക്കെ വന്നിരുന്നു. അപ്പോൾ എല്ലാ കുട്ടികളും ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണിത്. അതുകൊണ്ട് തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിൽ എത്ര വലിയ ചാലഞ്ചുകൾ ഉണ്ടായാലും, എത്ര ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും, ഇനി ഒരു ചാലഞ്ച് ഇല്ല, വളരെ ഈസി ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ പോലും നമുക്കറിയാം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എപ്പോഴും ലിമിറ്റഡ് ആണ്. അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളെയും ഒരിക്കലും സെലക്ട് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാവരെയും ഒരുപോലെയാണ് അഫക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ മൈൻഡിൽ സെറ്റ് ആക്കേണ്ടത്. രണ്ടാമത്തത്, ഇത്രയൊക്കെ ഹെക്റ്റിക് ആണെങ്കിൽ കൂടെ നമ്മുടെ മുന്നിൽ അവൈലബിൾ ആയിട്ടുള്ള ടൈം നമ്മൾ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ എക്സാമിലും നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും. വേറൊരു കാര്യമുള്ളത്, ഈ പറയുന്ന ബോർഡ് എക്സാം ആവട്ടെ, അതുപോലെ ബാക്കി എൻട്രൻസ് എക്സാമുകളാവട്ടെ, ഇതിൻ്റെല്ലാം സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി സെയിം ആണ് അല്ലേ. +1 +2 നിങ്ങൾ പഠിച്ചിട്ടുള്ള NCERT സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ എക്സാമിനേഷൻസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. പലതും പല ലെവലിലുള്ള എക്സാം ആണെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ബോർഡ് എക്സാമിന് നിങ്ങൾ തിയറി ഒന്നും കൂടെ റിഫ്രഷ് ചെയ്യുമ്പോൾ, ഡെറിവേഷൻസ് ഒന്നും കൂടെ ചെയ്ത് പഠിക്കുമ്പോൾ, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ ചെയ്ത് വായിച്ച് നോക്കുമ്പോൾ ഒക്കെ എന്താണ്, റിവിഷൻ അവിടെ നടക്കുകയാണ് അല്ലേ, കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്. സിമിലർലി JEEക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതിൽ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും, എസ്പെഷ്യലി CBSE +2 ഒക്കെ എഴുതാൻ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ, ഒരു JEE മെയിൻ ലെവലിൽ പഠിച്ച എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബോർഡ് എക്സാമിന് നന്നായിട്ട് ഹെൽപ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, മാറണം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ബേസിക്കലി എല്ലാത്തിനും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡിലേക്ക് നിങ്ങൾ മാറുക. ഈവൻ ലാബ് എക്സാം ആണെങ്കിൽ പോലും സ്ക്രൂ ഗേജും വെർനിയർ കാലിപ്പറൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ അത് ആക്ച്വലി എന്ത് ചെയ്യും, ആ സിമിലർ സംഭവം തന്നെ നമ്മുടെ JEE മെയിനൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്. നീറ്റിനടക്കം സ്ക്രൂ ഗേജ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഭാവിയിൽ എന്താണ് ഉപകാരപ്പെടും. ആൻഡ് അടുത്തതായിട്ട് നിങ്ങൾ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം JEE മെയിൻ തന്നെ എക്സാമ്പിൾ എടുക്കാം. ഏപ്രിൽ 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ, 2 മാസമേ നമ്മുടെ കയ്യിലുള്ളൂ. ഈ 2 മാസത്തിൻ്റെ ഇടയിലാണ് ഞാൻ ഈ പറഞ്ഞ ലാബ് എക്സാമും മോഡൽ എക്സാം ഒക്കെ വരുന്നത്. ഈ ലാബ് എക്സാമിന് നമുക്ക് പോകുന്ന ദിവസമാവട്ടെ, മോഡൽ എക്സാമിന് ഒരു 3 ദിവസം പോകും, പബ്ലിക് എക്സാമിന് നമ്മളൊരു 6 ദിവസം പോകും. എന്ന് വെച്ചാൽ സ്കൂളിൽ ആക്ച്വലി നമ്മൾ വീട്ടിൽ നിന്ന് പോയി പുറത്തിറങ്ങി തിരിച്ചു വരേണ്ടത് എന്ന് പറയുന്നത് മാക്സിമം പോയാൽ ഒരു 12-13 ദിവസമാണ്. ബാക്കി 60 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 45 മുകളിൽ ദിവസം നമ്മുടെ കയ്യിൽ വീട്ടിൽ തന്നെ ഉണ്ട് അല്ലെ. മിനിമം 45 ഡേയ്സ് JEE മെയിൻ സെഷൻ 2 മുന്നായിട്ട് നിങ്ങൾ വീട്ടിലുണ്ട്. ആ 45 ഡേയ്സ് നിങ്ങൾ എന്തിനു ഉപയോഗിക്കുന്നു, അതിൽ എത്ര സമയം ബോർഡ് എക്സാമിന് വേണ്ടി മാറ്റി വെക്കുന്നു, എത്ര സമയം എൻട്രൻസ് എക്സാമുകൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ റിസൾട്ടിനെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു നമ്പർ മനസ്സിലുണ്ടായിരിക്കാം. 60 ദിവസത്തിൽ കൂടിപ്പോയാൽ ഒരു 15 ദിവസം മാത്രമാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പോകേണ്ടി വരിക. ബാക്കിയെല്ലാം സ്റ്റഡി ലീവാണ്. ആ സ്റ്റഡി ലീവുകളിൽ ഇത്ര സമയം നിങ്ങൾ ബോർഡ് എക്സാമിന് വേണ്ടി മാറ്റി വെക്കുന്നു. രാവിലെ 8 മണി മുതൽ 12 മണി വരെ അത് ബോർഡ് എക്സാമിൻ്റെ സമയമാണ്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണി മുതൽ 8 മണി വരെ അല്ലെങ്കിൽ 7 മണി വരെ എൻട്രൻസ് എക്സാമിൻ്റെ സമയമാണ്. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വളരെ പ്രൊഡക്റ്റീവായിട്ട് പ്ലാൻ ചെയ്താൽ ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കി കുട്ടികളെക്കാൾ മുന്നിലെത്താൻ സാധിക്കും. അൾട്ടിമേറ്റ്ലി ഇതൊരു കോമ്പറ്റീഷനാണ് അല്ലേ. നമ്മളിനി എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊരു കോമ്പറ്റീഷനാണ്. എല്ലാവർക്കും ഇവിടെ വിജയിക്കാൻ സാധിക്കില്ല. നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമേ ഫൈനലിൽ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പം ഇത്രയും എക്സാമുകൾ ഒരുമിച്ച് വരുന്നുണ്ട്, ഇതെല്ലാം കൂടെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് പേടിച്ച് ടെൻഷൻ അടിക്കാതെ അത് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഷെഡ്യൂളുകൾ ഉണ്ടാക്കാം. നിങ്ങളുടെ ബോർഡ് എക്സാമിൻ്റെ ഷെഡ്യൂളുകൾ നിങ്ങൾ നോക്കുക, അതിൻ്റെ മുന്നേ കൃത്യമായിട്ട് അതിന് വേണ്ടി പ്ലാൻ ചെയ്യാം. അതുപോലെ ലാംഗ്വേജുകളുടെ എക്സാം വരുന്നുണ്ടെങ്കിൽ അതിന് 3-4 ദിവസത്തെ സ്റ്റഡി ലീവിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ. ആ ദിവസങ്ങളൊക്കെ നിങ്ങൾ JEE മെയിനോ കീമിനോ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ആൻഡ് എൻട്രൻസ് എക്സാം തന്നെ ലക്ഷ്യം വെക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഫൈനലി എനിക്ക് പറയാനുള്ള അഡ്വൈസ് ഇതാണ്,
നമ്മൾ പ്രോബ്ലം സോൾവിങ് ഒരിക്കലും നിർത്താൻ പാടില്ല. MCQ സോൾവിങ് എന്ന് പറയുന്നതും മോക്ക് ടെസ്റ്റുകളും വേറെ എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ഇതൊരു ഫുട്ബോൾ ഗെയിമിനൊക്കെ പോകുന്ന പോലെയാണ്, മാച്ചിന് പോകുന്ന പോലെയാണ്, അല്ലെങ്കിൽ ഒരു 100 മീറ്റർ സ്പ്രിൻറ്റിന് പോകുന്ന പോലെയാണ്. നമ്മൾ തലേ ദിവസം വരെ പ്രാക്ടീസ് ചെയ്ത് ഫുൾ ഫിറ്റ്നസ്സിൽ വേണം പോകാൻ. അത് എക്സാമിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. നമ്മളുടെ സ്പീഡ്, ആക്യുറസി, ഫോക്കസ് ഇതെല്ലാം പ്രാക്ടീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് ഒരു മാസത്തെ ഗ്യാപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ആ ഒരു സംഭവത്തിൽ നിന്ന് ഒരു 1 മന്തോ 2 വീക്സോ ഒക്കെ ഗ്യാപ്പ് എടുത്താൽ അത് നമ്മളെ റിസൾട്ടിനെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് +2 പഠിക്കുന്ന കുട്ടികൾ ഇതെല്ലാം കൂടെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്ന് ചിന്തിക്കാതെ അല്ലെങ്കിൽ പേടിക്കാതെ ആ ഹാൻഡിൽ ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള ഷെഡ്യൂളുകൾ, ഏതൊക്കെ ദിവസം നിങ്ങൾ എന്തൊക്കെ ചെയ്യും, നിങ്ങൾക്കൊരു മോക്ക് ടെസ്റ്റ് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മോക്ക് ടെസ്റ്റുകളൊക്കെ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാൻ തന്നെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങളുടെ ബാക്കി ഷെഡ്യൂളുകളൊക്കെ അറേഞ്ച് ചെയ്യാം. ഈവൻ നിങ്ങൾക്ക് തിങ്കളാഴ്ച ഒരു പബ്ലിക് എക്സാം ഉണ്ട്, സൺഡേ നിങ്ങൾക്ക് JEE മോക്ക് ടെസ്റ്റ് എഴുതാം, കുഴപ്പമൊന്നുമില്ല, രാവിലെ എഴുതിക്കോ, എന്താ പ്രശ്നം? 9 മണി മുതൽ 12 വരെ എഴുതാവുന്നതേ ഉള്ളൂ അല്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് പഠിക്കാം. അതിന് തൊട്ട് മുന്നത്തെ ദിവസം ആ ടൈം കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ട് മുന്നത്തെ ദിവസം നിങ്ങൾ ബോർഡ് എക്സാമിന് വേണ്ടി സമയം കണ്ടെത്തിയാൽ മതി. ഇങ്ങനെ വളരെ പോസിറ്റീവായിട്ട് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരുപാട് സമയം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്, ഇല്ല എന്നുള്ളതല്ല, സമയം ഉണ്ട് എന്നുള്ള രൂപത്തിൽ തന്നെ ചിന്തിക്കുക, പ്ലാൻ ചെയ്യുക. ആൻഡ് കോമൺലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്, എല്ലാ എക്സാമുകളിലും ഒരു 80 to 90% സിലബസ് സെയിം തന്നെയാണ്, ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൂ അല്ലേ. അപ്പോൾ ബോർഡ് എക്സാമിന് പഠിച്ചാലും JEE മെയിന് പഠിച്ചാലും കീമിന് പഠിച്ചാലും ഒക്കെ എന്ത് ചെയ്യും, അൾട്ടിമേറ്റ്ലി അത് നിങ്ങൾക്ക് ബിറ്റ്സാറ്റിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ എല്ലാം ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ പഠിക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് ഇത്രയും എക്സാമുകളുണ്ട്, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പേടിച്ച് നിൽക്കുന്ന കുട്ടികളോട് കോമൺലി പറയാനുള്ള കാര്യം. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ടെസ്റ്റ് സീരീസ് അടുത്തൊരു 3 മാസത്തേക്ക് പുതിയതായി ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഓഫർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ JEE സ്പ്രിൻ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം, അതിൽ ടെസ്റ്റ് സീരീസ് മാത്രമല്ല നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് എത്ര എക്സാമിനേഷൻസ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഇനി വലിയ റിസോഴ്സുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഓരോ ചാപ്റ്ററിലും n നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, ആയിരക്കണക്കിന് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി അതിലുണ്ട്. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം നിങ്ങൾക്ക് 100 തവണ എഴുതിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. അതിൽ ജോയിൻ ചെയ്യേണ്ട ആളുകൾക്കുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1500 റുപ്പീസിന് നമ്മുടെ ഈ ഒരു JEE സ്പ്രിൻ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മെയ് എൻഡ് വരെ, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 4 മാസത്തേക്ക് നിങ്ങൾക്കത് കംപ്ലീറ്റ്ലി യൂസ് ചെയ്യാം. എല്ലാ എക്സാമുകൾക്കും വേണ്ടിയിട്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ട ആളുകൾ നമ്മളെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുക, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ അറിയിക്കുന്നതാണ്. ഓക്കെ, സോ ഇത്രയുമാണ് ഈ പ്ലസ് ടു പഠിച്ച് JEE ഒക്കെ എഴുതാൻ പോകുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.